അങ്ങനെ ഈ വർഷത്തെ അവസാന ചക്കയിന്തേ ഞങ്ങൾ എരിശ്ശേരിയാക്കി. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതുകൊണ്ട് വീഡിയോയ്ക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ട്, അതൊന്ന് ക്ഷമിച്ചേക്കണേ. അവസാനത്തെ ആയിരുന്നുകൊണ്ട് വളരെ ചെറിയ ചക്കയായിരുന്നു. ഒരു 4 ചക്ക വെട്ടിയപ്പോഴാണ് എനിക്കൊരു കറിക്കുള്ളത് കിട്ടിയത്. ചക്ക കഴുകിക്കൂടെന്ന് പറയും, പക്ഷെ ഞാൻ എന്തായാലും ഒരു വെള്ളം കഴുകിയെടുക്കാറുണ്ട്. അങ്ങനെ ചക്കയൊക്കെ അരിഞ്ഞ് കഴുകിയെടുത്തു. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞളും വെള്ളവും ഒക്കെ ചേർത്തൊന്ന് വേവിക്കാൻ വയ്ക്കും. ഇനി അതിലേക്കുള്ള അരപ്പിനായിട്ട് ഒരു ചെറിയ മുറി തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും ഇത്രയും ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ചക്ക ഒരു 3 പീസിലൊക്കെ കേട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. ശേഷം നമ്മൾ അരച്ചുകൊണ്ടൊന്ന് അരപ്പിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് കറി എത്രത്തോളം ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത്. കറി ഒന്നുകൂടി നന്നായിട്ട് ചൂടാവാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനുള്ള പരിപാടി നോക്കാം. എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉള്ളി മൂപ്പിച്ച ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. ഞാൻ ഓരോ റെസിപ്പിയും പരിചയപ്പെടുത്തുന്ന സമയത്ത് പല പേരുകളാണ് കമന്റിൽ വരാറുള്ളത്. കൊല്ലത്ത് ഞങ്ങൾ ഇതിനെ ചക്കയെരിശ്ശേരി എന്ന് പറയും. ഒട്ടുമിക്ക എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. എന്നാലും വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമന്റിൽ പറയണേ. അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ചക്കയെരിശ്ശേരി റെഡി. ഇതൊക്കെ വെച്ച് നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഇനി എങ്ങാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. അവസാനത്തെ ചക്ക ആയതുകൊണ്ടായിരിക്കും അപാര ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.